ബിഗ് ബോസ് സീസൺ 8-ൻ്റെ അഗ്നിപരീക്ഷയിൽ ഇന്നലെയും 4 കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കിയിരുന്നു. അഗ്നിപരീക്ഷയിൽ പങ്കെടുത്ത 40 കണ്ടസ്റ്റൻറ്റുകളിൽ വെച്ച് തുടക്കം തന്നെ ജഡ്ജസിൻ്റെ കണ്ണിലുടക്കിയ ഒരു കണ്ടസ്റ്റൻ്റാണ് പൂജ. കാരണം ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ഇടപെടുകയും ഒച്ചത്തിൽ സംസാരിക്കുകയും റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരേ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അവിടെ പൂജയായിരുന്നു. ഇന്നലെയും 4 ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഒരു ടാസ്ക് നടന്ന സമയത്തും മറ്റ് കണ്ടസ്റ്റൻറ്റുകൾക്കെതിരെ പൂജ മാത്രമാണ് ഇരുന്ന് സംസാരിച്ചത്. അപ്പോഴും രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്, പൂജ നിങ്ങളോടല്ല ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്തതിനൊക്കെ ഇടപെടുന്നത്. അതേപോലെ അഖിൽമാരാരും വാൺ ചെയ്തു, നിങ്ങൾ എന്തിനാണ് പൂജ ഇതിനകത്ത് ഇടപെടുന്നത്. അതുകൂടാതെ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നത് മറ്റാർക്കും ഉള്ളതല്ല ഈ കപ്പ്, എനിക്ക് മാത്രം ഉള്ളതാണ്, ബാക്കി എല്ലാവരും വെറുതെ നിൽക്കുകയാണെന്നുള്ള രീതിയിലുള്ള സംഭാഷണവും പൂജയുടെ ഭാഗത്തുനിന്നുണ്ടായി. ടാസ്ക് നടക്കുന്നതിനിടയിൽ പൂജ ഒരു കണ്ടസ്റ്റൻറ്റിനോട് പറഞ്ഞത് നിർത്തിയേച്ച് പോടാ. ഇത്തരം സംഭാഷണങ്ങളൊക്കെ ചെയ്ത പൂജയെ അവർ നേരത്തെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇന്നലത്തെ ഒരു ദിവസത്തെ പെർഫോമൻസിൻ്റെ മാത്രമല്ല, മൊത്തത്തിൽ ഇതുവരെയുള്ള അഗ്നിപരീക്ഷയുടെ ദിവസങ്ങളിൽ പൂജയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ മൊത്തം ജഡ്ജസ്മാരായ 3 പേരും ഒരേപോലെ ശ്രദ്ധിച്ചതിന് ശേഷമാണ് ഇന്നലെ നടന്ന എലിമിനേഷനിലൂടെ പൂജയെ പുറത്താക്കിയിരിക്കുന്നത്. റിയ സലീം പൂജയോട് നോക്കിയിട്ട് പറയുന്നുണ്ട്, പൂജ നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. രഞ്ജിനി ഹരിദാസ് ഉടൻ തന്നെ പറയുന്നുണ്ട്, ഇതിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾ 2 പേരിൽ ഒരാൾ ഇന്നും ഒരാൾ ഔട്ടുമാണ്. പൂജയ്ക്കൊപ്പം നിൽക്കുന്നത് ശ്യാമായിരുന്നു. ശ്യാമിന് ഭയങ്കര ടെൻഷനുണ്ട്. അപ്പോഴൊക്കെ റിയ സലീമും അഖിൽമാരാരും പറയുന്നുണ്ട്, നമ്മളെ മനസ്സാന്നിധ്യം കൈവിടാൻ പാടില്ല, ശ്രദ്ധയോടെ നിൽക്കണം. നിങ്ങളിൽ ആരാണ് ഇന്നും ഔട്ടും ആവുന്നതെന്ന് അറിയാനുള്ള ഒരു ചലഞ്ചാണ് ഞങ്ങളുടെ മുമ്പിലുള്ളതെന്ന് രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്. 2 പേരും തുടക്കത്തിൽ തന്നെ വളരെ സ്ട്രോങ് ആയി എത്തിയ പ്ലെയേഴ്സാണ്. മറ്റ് കണ്ടസ്റ്റൻറ്റുകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവർ ഇവിടെ വന്ന് നിൽക്കേണ്ടുന്ന ആൾക്കാരാണെന്ന്. അവസാനം വരെ നിൽക്കാൻ സാധ്യതയുള്ള 2 കണ്ടസ്റ്റൻറ്റുകളായിരുന്നു ഇവർ 2 പേരെന്നും രഞ്ജിനി പറയുന്നുണ്ട്. ഉടൻ തന്നെ ശ്യാമിനോടായിട്ട് പറയുന്നുണ്ട് അഖിൽമാരാർ, ശ്യാമിൻ്റെ പെർഫോമൻസിൽ ഞങ്ങൾ അത്ര തൃപ്തരാണെന്ന് എന്നിട്ട് പറയുന്നുണ്ട് ശ്യാം സേവ്ഡാണ്. അങ്ങനെ അഗ്നിപരീക്ഷയിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഔട്ടായിരിക്കുന്നത് പൂജയാണ്. പൂജയോടായിട്ട് നമ്മുടെ രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്, അഗ്രഷൻ നല്ലതാണ്, പക്ഷേ അതിനൊരു ടൈം ലൈൻ ഉണ്ട്. അതിനപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ അത് ആ മീറ്ററിന് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അത് അഗ്രഷനല്ല, അത് വയലൻസ് എന്നാണ് പറയുന്നത് രഞ്ജിനി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു വാണിംഗ് ആണ്. പൂജയെ പോലുള്ളൊരു കണ്ടസ്റ്റൻറ്റിനോട് ടാറ്റ ബൈ ബൈ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളോട് ആരോടും ഞങ്ങൾക്കത് പറയാൻ പറ്റുമെന്നും രഞ്ജിനി പറയുന്നുണ്ട്. അങ്ങനെ അഗ്നിപരീക്ഷയിൽ നിന്ന് ഓവർ റിയാക്ഷനും ഓവർ കോൺഫിഡൻസും കൊണ്ട് എലിമിനേറ്റ് ആയിപ്പോയ ഒരേ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അത് ഈ പൂജയാണ്. അഗ്നിപരീക്ഷയുടെ മറ്റുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുമല്ലോ.